മാസപ്പടി കേസിൽ എക്സാലോജിക്കിനെതിരായ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു. എക്സാലോജിക്കിനും CMRലിനും ഉടൻ നോട്ടീസ് നൽകിയേക്കും. കമ്പനി പ്രതിനിധികളെ അടുത്തയാഴ്ച വിളിപ്പിക്കും. ഇഡി അന്വേഷണം ഏകോപിപ്പിക്കുന്നത് ചെന്നൈ റീജിയണൽ ഓഫീസാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, SFIO അന്വേഷണം നടക്കുന്നതിനൊപ്പം തന്നെ ഇഡി കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം, പ്രാഥമിക അന്വേഷണമൊക്കെ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നടപടിക്രമങ്ങൾ ഈ ആരോപണ വിധേയർക്ക് നോട്ടീസ് അയക്കുന്നതാണ് എന്ന് മനസ്സിലാകുന്നു. ഒപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ട് വീണ വിജയനും എക്സാലോജിക്കും എന്നുള്ള സൂചനകളും കിട്ടുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, മാസപ്പടി കേസിൽ കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്തത്. ഇതിൽ എക്സാലോജിക്കിനെതിരെ കൂടുതൽ തെളിവുകൾ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അതോടൊപ്പം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ED ഉടൻ തന്നെ CMRലിനും എക്സാലോജിക്കിനും നോട്ടീസ് അയക്കും. ആദ്യഘട്ടത്തിൽ കമ്പനി പ്രതിനിധികളെ വിളിപ്പിച്ചുകൊണ്ടായിരിക്കും അന്വേഷണത്തിലേക്ക് ED കടക്കുക. ചെന്നൈയിലെ EDയുടെ റീജിയണൽ ഓഫീസാണ് അന്വേഷണം ഏകോപിപ്പിക്കുന്നത്. എന്തായാലും നിലവിൽ എക്സാലോജിക്കും CMRലുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ എന്നു പേരായ കമ്പനിയും അതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിയതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതും അന്വേഷണ പരിധിയിൽ വരും. മാത്രമല്ല, ഈ വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള ചില സ്ഥാപനങ്ങൾ പണം കൈമാറിയിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും ED കടക്കുന്നുണ്ടെന്നാണ് സൂചന. അതായത് ഏതൊക്കെ കമ്പനികളാണ് എക്സാലോജിക്കിന്റെയും വീണ വിജയന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയത്, ഇതിന്റെ വിശദാംശങ്ങൾ അടക്കമായിരിക്കും ED അന്വേഷിക്കുക. മാത്രവുമല്ല, 2016-19 കാലഘട്ടത്തിൽ CMRലിന്റെ ഈ പണം ഇടപാടുകളിൽ IT വിഭാഗം, അതായത് ഇൻകം ടാക്സ് വിഭാഗം ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു. 135 കോടി രൂപയുടെ പൊരുത്തക്കേടാണ് കണ്ടെത്തിയത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി പ്രവർത്തനം മരവിപ്പിച്ചത്. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് പിന്നാലെ വീണ്ടും 78 ലക്ഷം രൂപ വീണ വിജയന്റെ എക്സാലോജിക്കിന് നൽകിയ CMRലുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ എന്നുള്ള കമ്പനിയും പ്രവർത്തനം നിർത്തി. ഇതിൽ ദുരൂഹതയുണ്ട് എന്നതിന്റെ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് കമ്പനികൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണത്തിലേക്ക് ED കടക്കുന്നത്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം എന്നുള്ള രീതിയിൽ ആദ്യഘട്ടത്തിൽ പ്രതിനിധികളെ വിളിച്ചു വരുത്തിക്കൊണ്ടായിരിക്കും EDയുടെ അന്വേഷണം മുറുകുക. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം തടയിടുക എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ വിജയന്റെ എക്സാലോജിക്ക് കോടതിയെ സമീപിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കർണാടക ഹൈക്കോടതി വിധി പറയാനിരിക്കുകയാണ്. ഇതേ കേസിൽ, മാസപ്പടി കേസിൽ മറ്റൊരു ഏജൻസി ECIR രജിസ്റ്റർ ചെയ്തത് ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി കോടതിയെ സമീപിക്കുക. എന്തായാലും എക്സാലോജിക്കിനെതിരായിട്ടും CMRലിനെതിരായിട്ടും കൂടുതൽ തെളിവുകൾ EDയുടെ പക്കലുണ്ട്. ഇത് മുൻനിർത്തിക്കൊണ്ടായിരിക്കും കമ്പനി പ്രതിനിധികൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക.